അതിന് തൃക്കാക്കരയിൽ മത്സരം പൊടിപാറുകയാണ്. ബി ജെ പിക്ക് അഖിൽ മാരാറാണ് സ്ഥാനാർത്ഥി. ഉമാ തോമസും പിന്നെ ഒരു പുഷ്പലതയുമാണ്. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഒരു അഡ്വക്കേറ്റ് പുഷ്പലതയുമാണ്. സത്യത്തിൽ ഈ അഖിൽ മാരാർ എന്നൊക്കെ പറയുന്ന സ്ഥാനാർത്ഥി ഒരു സെലിബ്രിറ്റിയാണ്. കാര്യം ബിഗ് ബോസിൽ അല്ലെ, ഞാൻ ബിഗ് ബോസിന്റെ ഒരുപാടൊന്നും കണ്ടിട്ടുള്ള ആളൊന്നുമല്ല. ബിഗ് ബോസിന്റെ സീസൺ ഇത്ര ആയപ്പോഴാണ് ഞാൻ കാണാതിരിക്കുന്നത്. നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ അഖിൽ മാരാർ ഒരു മോശക്കാരനാണെന്ന് നമ്മൾ പറയുന്നില്ല. അദ്ദേഹം സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ്. ഇപ്പൊ എന്റെ സംശയം, അഖിൽ മാരാർ ഈ പറയുന്ന പോലെ അദ്ദേഹം സെലിബ്രിറ്റിയാണ്. എന്നാൽ പിഷാരടി ഈ പറയുന്ന ഒരു നടനാണ്. എന്നാൽ അത്ര കണ്ട് വലിയൊരു സെലിബ്രിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നല്ലൊരു സ്വഭാവ നടനാണ്. മലയാള സിനിമയിൽ ഒരു നല്ലൊരു സ്വഭാവ നടനാണ്. അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഒരു കമന്റ് ഒക്കെ വന്നിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച്? പൊതുവെ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് അഖിൽ മാരാറിനെ വിളിക്കപ്പെടുന്നത്. എന്തായാലും അഖിൽ മാരാറുടെ ആ ഒരു നിലപാടിനെ മാത്രം നമുക്ക് പറയാം. പിഷാരടി എന്ന് പറയുന്നത് പാലക്കാടിലെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഇതിനു മുൻപ് കോൺഗ്രസ് അനുഭാവം പുലർത്തിയിരുന്ന ഒരാളാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്. പിന്നീട് സീറ്റ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറി 2020 അവിടെയാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെ മത്സരിക്കുന്നത് BJP ബാനറിൽ 2020 നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. അഖിൽ മാരാറുടെ പരാമർശം എന്നാൽ എന്താണെന്ന് വെച്ചാൽ, തനിക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? 10-50 വർഷമായിട്ട് എന്ത് സാമൂഹിക പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഇടപെട്ടത്? എന്തിലാണ് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞത്? എവിടെയായിരുന്നു നിങ്ങൾ? പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി നിന്നതല്ലേ എന്ന രീതിയിലാണ് പിഷാരടി വിമർശിച്ചുകൊണ്ട് അഖിൽ മാരാർ രംഗത്ത് വരുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സൈബർ ഇടങ്ങൾ ഇതങ്ങ് ഏറ്റെടുത്തിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ നമുക്ക് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പ്രധാനമായിട്ട് 1-2 കമന്റുകൾ അത് മാത്രം ഞാൻ പറയാം. ഇദ്ദേഹത്തെ അറിയില്ലേ? ഇദ്ദേഹം പണ്ട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത്. നിലപാടിന്റെ രാജകുമാരനാണ്. ഇത്തരത്തിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെയാണ് ഇദ്ദേഹത്തിനെതിരെ വരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ പല നിലപാടുകളും പലപ്പോഴും ഒരു ട്രെൻഡിങ് ആവുന്നത് അല്ലെങ്കിൽ വിവാദം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹം. അതെന്ത് ചിന്തിച്ച് വിവാദമായിക്കോട്ടെ എന്ന് പറയുന്നതായിരിക്കാം, അറിയില്ല. എന്തായാലും അങ്ങനത്തെ ഒരാളാണ്. എപ്പോഴും ഒരു ന്യൂസ് ഫെയിം അല്ലെങ്കിൽ ഫെയിമായി നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. പക്ഷെ അതേ രീതിയിലായിരിക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിഷാരടി ഇതിന് ഉത്തരം പറഞ്ഞതാണ് ചേട്ടാ. അതിന് രസകരം. എല്ലാവരും പറയുന്നത്, മാരാരെ നിങ്ങൾ എല്ലാവരുടെയും ഈ എടുത്തു പോയി ഇത്തരം നിലപാടുകൾ പറയുന്നത് നോക്കി. പിഷാരടി അപ്പുറത്ത് നിൽക്കുന്ന ആളെ കൂടെ നോക്കിയിട്ട് വേണ്ട നിലപാടുകളൊക്കെ ഇങ്ങനെ പറയാനെന്നുള്ളത്. പിഷാരടി പറയുന്നത്, അഖിൽ മാരാറുടെ സ്റ്റേറ്റ്മെന്റുകളൊന്നും ഞാൻ പൊതുവെ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് അയാൾ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. എന്തായാലും നല്ലതൊന്നും ആയിരിക്കത്തില്ലെന്നറിയാം, മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അഖിൽ മാരാരെയൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുവോ? കാരണം മറ്റൊന്നും കൊണ്ടല്ല, അയാളുടെ ഈ ഫെയിമും മറ്റൊരു കാര്യം കൊണ്ടുമല്ല പറഞ്ഞത്. അയാൾ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുവോ? കാരണം ഇന്നൊന്ന് പറയും, ഒരാഴ്ച കഴിയുമ്പോൾ വേറൊന്ന് പറയും, അടുത്ത ആഴ്ച അത് മാറ്റി പറയും. ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അയാൾ തന്നെ പറയും ഞാനൊരു മഹാനാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അയാളുടെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ പ്രതികരിക്കാം ഈ നിലപാടിൽ ഇയാൾ ഇപ്പൊ പറഞ്ഞതിനെ പറ്റി. കാരണം അന്ന് നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെയാണോ പറഞ്ഞതെന്ന്. അപ്പൊ നമുക്ക് ഇതിനെതിരെ സംസാരിക്കാം. അതുവരെ ഇതിവിടെ കിടക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിനെ പറ്റിയിട്ടും അഖിൽ മാരാർ പ്രതികരിക്കാൻ ചാൻസ് ഉണ്ട്. അതും അവിടെ കിടക്കട്ടെ. കാരണം നമുക്ക് ഒരിക്കലും ഒരു ഡെഫിനിഷൻ ഇട്ട് പറയാൻ പറ്റുന്ന നിലപാടുകളല്ല അഖിൽ മാരാർക്കുള്ളത്. കാരണം ഇങ്ങനെ പെട്ടെന്ന് ചാടി മാറുന്ന ഒരു നിലപാടുകളാണ്. പെട്ടെന്ന് ബോധോദയം ഉണ്ടാവും, പെട്ടെന്ന് അഭിപ്രായങ്ങൾ മാറ്റും. അതുകൊണ്ട് തന്നെ ഒരു 3 വർഷത്തിന് ശേഷം നമുക്ക് ആ നിലപാടുകളോട് പ്രതികരിക്കാവുന്ന രീതിയിൽ തിരിച്ച് നല്ല ചുട്ട മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല, ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല, ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ രമേശ് പിഷാരടി അഖിൽ മാരാർക്കുള്ള അല്ലെങ്കിൽ അഖിൽ മാരോടുള്ള നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ എന്തായാലും അഖിൽ മാരാർ പ്രത്യേകിച്ച് പിഷാരടിക്കെതിരെ ഒന്നും പറയില്ലെന്നാണ് തോന്നുന്നത്. കാരണം അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെ ഒന്നും അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ രീതിയിലൊന്നും പിഷാരടി പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടില്ല. കാരണം പാലക്കാട് എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ പറ്റി ചിന്തിക്കാതെ അതിൽ നിന്ന് ഇങ്ങ് ഒരുപാട് വിട്ടുനിന്ന് തൃക്കാക്കരയിലെ ഒരു സ്ഥാനാർത്ഥിയെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം നിലവിൽ പിഷാരടിക്ക് ഇവിടെ ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. എന്നെ പറ്റി ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റിനെ എനിക്ക് അതിൽ പറയാനുള്ളത് പറയാമെന്നുള്ളത്. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യമല്ല. ആകെ 20 ദിവസം മാത്രമേ ഉള്ളൂ. അഖിൽ മാരാരോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് തൃക്കാക്കരയിലുള്ള ഒരു വിഷയം നോക്കുക, അതാണ് ചെയ്യാനുള്ളത്. നിങ്ങളൊരു പക്ഷേ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോളം ഇങ്ങോട്ടുമുള്ള വിഷയങ്ങളെ ഓടി നടന്ന് നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നു. പക്ഷേ അതിന്റെ അപ്പുറത്തേക്കും ഒരു ബന്ധു ചിലപ്പോൾ ആ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം
അഖിൽ മാരാറാണ്. അപ്പൊ അഖിൽ മാരാറുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനത്തെയൊക്കെ വരാമെന്ന് അല്ല, അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് പിഷാരടിയുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തെ കുറിച്ച് എന്തോ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്ത ആളാണ് ഇവിടെ വന്ന് അതെ, നിൽക്കുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ ഈ പറയുന്ന പോലെ ഇവര് സിനിമാ രംഗത്ത് നിന്ന് വരുന്നവരെന്ന് പറയുമ്പോൾ ഒന്നാമത് ഒരു സെലിബ്രിറ്റി, പിഷാരടിയും ഒരു സെലിബ്രിറ്റി തന്നെയാണ്, അദ്ദേഹം ഒരു നടനുമാണ്. വെറുതെ ഈ പറയുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്തിനാണുള്ള വ്യക്തിബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തോന്നിപ്പോകും. കാര്യം എന്ന് വെച്ചാൽ ഇത് പറയാൻ അഖിൽ മാരാർക്ക് എന്ത് യോഗ്യത എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കണ്ടേ? അല്ല, ഇരട്ട നിലപാടാണ് ചേട്ടാ. ലക്ഷ്മി പ്രിയയെ പറ്റിയിട്ടും അതേപോലെ വീണ നായരെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അവർക്ക് ഈ പറയുന്ന ലക്ഷ്മി പ്രിയക്കും വീണ നായർക്കും എന്താണ് പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതേ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അവർ മത്സരിക്കുന്ന NDAയുടെ ഫുൾ ഫോം ചോദിച്ചാൽ പോലും അവർക്ക് അതേ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ അഖിൽ മാരാറും 2020 ലേബലിലെ ഒരു സ്ഥാനാർത്ഥിയാണ്. അതേ 2020 ലേബിലുള്ള മറ്റു സ്ഥാനാർത്ഥികളാണ് സ്റ്റാറുകളായിട്ടുണ്ടായിരുന്ന ലക്ഷ്മി പ്രിയയും അവരുടെ മുന്നണിയുടെ പേര് പോലും ഫുൾ അറിയാത്ത അല്ല അത്തരം അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു അബദ്ധം കേരളത്തിൽ ഇപ്പൊ നിലവിലിരിക്കുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ വകുപ്പ് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അല്ല, അത്തരത്തിൽ അത് അവരുടെ രാഷ്ട്രീയത്തിലുള്ള മറ്റു കാര്യങ്ങളായിരിക്കും. അല്ല, ഇതിനകത്തിൽ അഖിൽ മാരാർ പറയുന്നത് ചെറിയ ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ നിലപാട് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് പിഷാരടിയോടാണെന്നുള്ള ഓർമ്മ. അതെ, അതാണ് സൈബ്രിഡവും പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ആള് മാറിപ്പോയി വേറെ വല്ലവരോടും ആയിരുന്നുവെങ്കിൽ ചിലപ്പോ അവര് രാഷ്ട്രീയപരമായി അതിനെ എടുത്ത് എന്തെങ്കിലും നിലപാടുകളായി മാറ്റിയത്. ഇത് പക്ഷേ അഖിൽ മാരാറിനെ ട്രോള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിപ്പോയി. ചിലപ്പോ ഓരോരുത്തർ അർഹിക്കുന്ന മറുപടി നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇത്ര രാഷ്ട്രീയം പറഞ്ഞ് ഒരു മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറുപടി മാത്രം മതി. രാഷ്ട്രീയ പക്വത അഖിൽ മാരാർക്ക് ഇല്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം. അത് ഏത് രീതിയിലാണ് അവർ തമ്മിൽ അത് മനസ്സിലാക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അഖിൽ മാരാർ ഒരുപാട് വിഷയങ്ങളിൽ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല മാധ്യമങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിക്കാത്ത ഒരാളാണെന്നുള്ള അല്ലെങ്കിൽ അത്തരം ഒരു വാദമൊന്നുമില്ല. പക്ഷെ താൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പിഷാരടിക്ക് എന്ത് യോഗ്യതയാണ് അവിടെ മത്സരിക്കാന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം തന്റെ മണ്ഡലം തൃക്കാക്കരയാണ്. തൃക്കാക്കരയിലെ വികസന പദ്ധതികൾ, തൃക്കാക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട അഖിൽ മാരാർ കുറെ കൂടെ ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും മറ്റൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് കരിവാരിത്തേക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു മോശമായിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷെ അതിന് പ്രതികരിക്കാൻ ഉറപ്പാണ് പിഷാരടി മുതിരില്ല. കാര്യം പിഷാരടി ഇപ്പൊ തന്നെ ഐസക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞല്ലോ. തോമസ് ഐസക് എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് അദ്ദേഹത്തിനെ പറഞ്ഞു. അവസാനം ഐസക്കിന് മാപ്പ് പറയേണ്ട രീതിയിൽ വന്നു. അതിനെയും പിഷാരടി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പിഷാരടി അങ്ങനെ ആരെയും വാക്കുകൊണ്ടൊന്നും പെട്ടെന്ന് കയറി നോവിക്കില്ല. പിഷാരടി കളി കൊണ്ടെങ്കിലും ഒരു ഈ പറയുന്ന പോലെ പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ധർമ്മജൻ എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരു പ്രോഗ്രാം, ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അബിഡായ് ബംഗ്ലാവ്. അതിൽ ധർമ്മജനെ എന്ന് പറയുന്നത് ധർമ്മജനും അദ്ദേഹം തമ്മിലുള്ള കോംബോയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതും ആ കോംബോ ആക്ടിങ് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അല്ല, തീവ്രമായി വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള രാഷ്ട്രീയം. പിഷാരടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിഷാരടി അങ്ങനെ ആരെയും വാക്കുകൊണ്ട് നോക്കി. അല്ല, അങ്ങനത്തെ ഒരുപാട് നേതാക്കൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത്തരം വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ രഹസ്യകരമായിട്ടുള്ള മറുപടികൾ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്ന. അതെ, തനിക്ക് പറയാനുള്ളത് പറയും. പക്ഷെ ആവശ്യമില്ലാതെ ഇത്തരം രാഷ്ട്രീയങ്ങൾ കുത്തിക്കേറ്റേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. ഒരു സിനിമാ താരം ചിലപ്പോൾ രാഷ്ട്രീയ നേതാവായി വരുന്നതിന്റെ പ്രശ്നങ്ങളായിരിക്കും. മറ്റൊരു കാര്യം കൂടെ ഇതിൽ പറയാം. അതായത് നടൻ മമ്മൂട്ടി അങ്ങനെ കണ്ട ആരെയും കൂടുതൽ അടുപ്പിക്കാത്ത ഒരാളാണ്. മമ്മൂട്ടി ഏറ്റവും അധികം സൗഹൃദം സൂക്ഷിക്കുന്ന മലയാള സിനിമയിലെ നടന്മാരിൽ ഒരാളാണ് പിഷാരടി. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം വേറെയാണ്, പിഷാരടിയുടെ രാഷ്ട്രീയം വേറെയാണ്. മമ്മൂട്ടി ഏത് ഭാഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അവിടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ചില ആൾക്കാരേക്ക് അദ്ദേഹം കൂടുതൽ അടുപ്പിക്കാറുള്ളൂ. അദ്ദേഹം കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പിഷാരടി. എന്തുകൊണ്ടാണ് അദ്ദേഹം അടുപ്പിക്കുന്നത് വെച്ചാൽ പിഷാരടിയുടെ ഈ നിലപാടുകൾ കൊണ്ടാണ്. അങ്ങനെ ആരെയും വെറുതെ നോവിക്കില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടില്ല. ഇപ്പൊ ഏതായാലും ഫലത്തിൽ രണ്ട് നിലപാടുകളുടെ രാജകുമാരന്മാർ തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ ഒരാൾക്ക് അത്യാവശ്യം പരിക്ക് പറ്റി. അയാൾ സൈബറിടങ്ങളിൽ ട്രോൾ മഴ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റേയാൾ വിൻ ചെയ്തു. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ സംസാരിക്കുന്ന വിഷയത്തിൽ ഈ കഴമ്പുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാകേണ്ടതുമാണ്. നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ തന്നെയാണ് അഖിൽ മാരാർ. അപ്പൊ ആ നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോട്ടെ, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പിഷാരടിയും മുന്നോട്ട് പോട്ടെ.